സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. 1, അത് മൂല്യമുള്ളതാണോ എന്ന് പരിശോധിക്കൂ. 2, അത് ആവശ്യമുള്ളതാണോ എന്ന് പരിശോധിക്കുക. 3, അത് മറ്റുള്ളവരിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിവുള്ളതാണോ എന്ന്. മൗനമായി പ്രാർത്ഥിക്കാനും തന്നെ ഉപദ്രവിക്കുന്നവരോട് പോലും മൗനമായി ക്ഷമിക്കാനും യേശുക്രിസ്തു പഠിപ്പിച്ചു. വലതു കരണത്തടിച്ചാൽ ഇടത് ചെവി കൂടി കാട്ടിക്കൊടുക്കുക എന്ന ഉപദേശത്തിലൂടെ 1 ആന്തരിക സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയുന്നു. ശബ്ദമുഖരിതമായ ഈ ലോകത്ത് മൗനത്തിൻ്റെ വാതായനങ്ങളിലൂടെ പ്രപഞ്ചത്തിൻ്റെ അനന്തജ്ഞാനത്തിലേക്കും സ്വന്തം ആന്തരിക ലോകത്തേക്കുമുള്ള കവാടം തുറക്കുന്നു മൗനം. വളരെ പ്രസിദ്ധനായ ഒരു ബുദ്ധ സന്യാസി ഉണ്ടായിരുന്നു. വനാന്തരത്തിലെ പർണശാലയിൽ